സംസ്ഥാനത്തൊട്ടാകെ വ്യാപകമായ മഴയായിരുന്നു കേരളത്തിൽ പെയ്തത്. പ്രത്യേകിച്ച് കാലവർഷം എത്തിയതിനു ശേഷം ശനിയാഴ്ച 24-ാം തീയതി കേരളത്തിൽ കാലവർഷം എത്തിയതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രഖ്യാപിച്ചു. അതിനുശേഷം ഇന്നലെ വരെ പെയ്ത മഴയുടെ കണക്കുകളാണ് നമ്മൾ പരിശോധിക്കുന്നത്. ഏറ്റവും കൂടുതൽ മഴ നമുക്ക് ലഭിച്ചത് വടക്കൻ കേരളത്തിലാണ്. അത് ഏതൊക്കെ ജില്ലകളിൽ എങ്ങനെയൊക്കെ മഴ ലഭിച്ചു എന്നുള്ളതാണ് നമ്മൾ മൊത്തത്തിൽ നോക്കുന്നത്. കേരളത്തിൽ ശരാശരി ഈ 4 ദിവസം നമുക്ക് ലഭിക്കേണ്ട മഴ എന്ന് പറയുന്നത് 33 മില്ലിമീറ്റർ മഴയാണ് കേരളത്തിൽ ലഭിക്കേണ്ടിയിരുന്നത്. പക്ഷേ ഈ 4 ദിവസം 24-ാം തീയതി മുതൽ ഇന്നലെ വരെ പെയ്ത മഴയുടെ അളവ് എന്ന് പറയുന്നത് 243.6 മില്ലിമീറ്റർ മഴയാണ് കേരളത്തിൽ ഈ 4 ദിവസം കൊണ്ട് പെയ്തത്. ഇനി ഏറ്റവും കൂടുതൽ മഴ കേരളത്തിൽ ഏത് ജില്ലയിലാണ് പെയ്തത് എന്നുള്ളതാണ്. കണ്ണൂർ ജില്ലയിൽ ശരാശരി ലഭിക്കേണ്ട മഴ 28.7 മില്ലിമീറ്റർ മഴയാണ് കണ്ണൂർ ജില്ലയിൽ ലഭിക്കേണ്ടിയിരുന്നത്. പക്ഷേ ഈ 4 ദിവസം കൊണ്ട് അതിശക്തമായ മഴ കണ്ണൂർ ജില്ലയിൽ ലഭിച്ചു. 387.2 മില്ലിമീറ്റർ മഴയാണ് കണ്ണൂർ ജില്ലയിൽ ഈ 4 ദിവസം കൊണ്ട് മാത്രം പെയ്തത്. കോഴിക്കോട് ജില്ലയാണ് 2ാം സ്ഥാനത്ത് ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചതിൽ 43.5 മില്ലിമീറ്റർ മഴ ശരാശരി ലഭിക്കേണ്ടിയിരുന്നു. പക്ഷേ കഴിഞ്ഞ 4 ദിവസം കൊണ്ട് കോഴിക്കോട് ജില്ലയിൽ മാത്രം പെയ്തത് 381.2 മില്ലിമീറ്റർ മഴയാണ് കോഴിക്കോട് ജില്ലയിൽ മാത്രം പെയ്തത്. വടക്കൻ കേരളത്തിൽ പൊതുവെ മഴ ശക്തമായിരുന്നു. പാലക്കാട് 17.5 മില്ലിമീറ്റർ മഴയാണ് ശരാശരി ലഭിക്കേണ്ടിയിരുന്നത്. പക്ഷേ പാലക്കാട് ജില്ലയിൽ ലഭിച്ച മഴ എന്ന് പറയുന്നത് 267.2 മില്ലിമീറ്റർ മഴ പാലക്കാട് ജില്ലയിൽ മാത്രം പെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ തെക്കൻ കേരളത്തിൽ പൊതുവെ അലർട്ടുകളൊന്നും അധികം ഉണ്ടായിരുന്നില്ല. ഓറഞ്ച്, യെല്ലോ ആണ്. റെഡൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിൽ കൂടിയും ശക്തമായ മഴ തെക്കൻ കേരളത്തിൽ ലഭിച്ചിരുന്നു. ഈ 14 ജില്ലകളിൽ ഏറ്റവും കുറവ് മഴ ലഭിച്ചത് തിരുവനന്തപുരത്താണ്. ശക്തമായ മഴ പെയ്തെങ്കിലും മറ്റ് ജില്ലകളെ അപേക്ഷിച്ച് കുറവ് മഴ ലഭിച്ചത് തിരുവനന്തപുരത്താണ്. 30.2 മില്ലിമീറ്റർ മഴയായിരുന്നു ശരാശരി ലഭിക്കേണ്ടിരുന്നത്. എങ്കിൽ കൂടിയും ഏറ്റവും കുറവ് മഴ ലഭിച്ച ജില്ലയാണെങ്കിൽ കൂടിയും 148.3 മില്ലിമീറ്റർ മഴ തിരുവനന്തപുരം ജില്ലയിൽ മാത്രം പെയ്യും. നമുക്കറിയാം തിരുവനന്തപുരത്തെ മലയോര മേഖലകളിലൊക്കെ ശക്തമായ മഴയായിരുന്നു. ഇനിയും വരും ദിവസങ്ങളിൽ മഴ ശക്തമാകുമെന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ പ്രവചനത്തിൽ പറയുന്നത്. പ്രത്യേകിച്ച് ബംഗാൾ ഉൾക്കടലിൽ ഒരു ന്യൂനമർദ്ദം രൂപപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ കൂടി സ്വാധീനത്താലാണ് വടക്കൻ കേരളത്തിൽ മഴ കൂടുതൽ ശക്തമാകുന്നത്.